ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് കരുണയുടെ തിരുനാൾ ആഘോഷിക്കാം. ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ ഇന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നത് ആധ്യാത്മിക ജീവിതത്തിലുള്ള നമ്മുടെ നിലനിൽപ്പും വളർച്ചയുമാണ്. ഇതിനാവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നു. എന്നോടൊപ്പം ഒരു ആത്മീയ യാത്രയിൽ സംബന്ധിച്ചവരാണ് നിങ്ങൾ. നമ്മൾ വിഭൂതി ബുധനാഴ്ച ആരംഭിച്ച ധ്യാനചിന്തയാണ് ദൈവകരുണയെക്കുറിച്ചുള്ള ധ്യാനചിന്ത. അതിന് നമ്മൾ അടിസ്ഥാനമാക്കിയത് ഈ തിരുനാൾ സ്ഥാപിച്ച ഒരു വിശുദ്ധനാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. അദ്ദേഹമാണ് ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച ദൈവകരുണയുടെ തിരുനാളായിട്ട് ആഘോഷിക്കണമെന്ന് പറഞ്ഞ് സഭയെ ക്ഷണിച്ചതും ഈ തിരുനാൾ സ്ഥാപിച്ചതും. അദ്ദേഹം എഴുതിയ ഒരു ചാക്രിയ ലേഖനത്തെ ആസ്പദമാക്കിയാണ് ഈ വിഭൂതി തിരുനാൾ മുതൽ നമ്മൾ ദൈവകരുണയെക്കുറിച്ച് ധ്യാനിച്ചു കൊണ്ടിരുന്നത്. ദിവസ് ഇൻ മിസെരിക്കോദിയ. എൻ്റെ അർത്ഥം ഇതിനോടകം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ദൈവം കരുണയാൽ സമ്പന്നം. നമ്മളൊരു 54 എപ്പിസോഡ്, ഇതെല്ലാം യൂട്യൂബിലുണ്ട്. 54 എപ്പിസോഡുകൾ ഇതുമായി ബന്ധപ്പെടുത്തി നമ്മൾ ധ്യാനിക്കുകയുണ്ടായി. അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, ദൈവകരുണയെക്കുറിച്ച് എത്രമാത്രം ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, സഭ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, വിശുദ്ധര് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഈ തിരുനാളിന് ഒരുക്കമായിട്ട് നമ്മൾ നൊവേനയിലൂടെ പ്രാർത്ഥിച്ചൊരുങ്ങുകയുണ്ടായി. അതിന് നമ്മൾ എടുത്ത ഒരു വിഷയം അടിസ്ഥാന തിന്മകൾ പിഴുതെറിയുക. 7 അടിസ്ഥാന തിന്മകൾ ഓരോ ദിവസവും നമ്മൾ എടുത്ത് അതിനെക്കുറിച്ച് ധ്യാനിക്കുകയും അത് പിഴുതെറിയാനുള്ള ദൈവകൃപയ്ക്ക് വേണ്ടി ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇനി ആധ്യാത്മിക ജീവിതത്തിൽ നിലനിൽപ്പും വളർച്ചയും ഉണ്ടാകേണ്ടതിന് നാം ഏറ്റെടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അടിസ്ഥാന നന്മകൾ നട്ടു വളർത്തുക എന്നുള്ളത്. അടിസ്ഥാന നന്മകൾ നമ്മുടെ ജീവിതത്തിൽ നട്ടു വളർത്താൻ നമുക്ക് സാധിക്കണം. ഇതേക്കുറിച്ച് ധ്യാനിക്കാൻ നമ്മെ സഹായിക്കുന്ന ഒന്നാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം. 1805 മുതലുള്ള പാരഗ്രാഫ് മുമ്പോട്ട് വായിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ കാണുന്നുണ്ട് 4 അടിസ്ഥാന പുണ്യങ്ങളെ കുറിച്ച് സഭ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ അടിസ്ഥാന പുണ്യങ്ങൾ നമ്മൾ നട്ടു വളർത്തണം. തിന്മകൾ വേരോടെ പിഴുതെറിയുന്നത് പോലെ തന്നെ ഈ അടിസ്ഥാന നന്മകളെ നട്ടു വളർത്തണം. അപ്പോഴാണ് ആധ്യാത്മിക ജീവിതത്തിൽ നമുക്ക് പുരോഗതി പ്രാപിക്കാൻ സാധിക്കുന്നത്, ആധ്യാത്മിക ജീവിതത്തിൽ നമുക്ക് നിലനിൽപ്പ് സാധ്യമാകുന്നത് എന്ന് നാം തിരിച്ചറിയണം. ആധ്യാത്മിക ജീവിതം ഒരു പ്രക്രിയയാണ് എന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഒരു വചനഭാഗമാണ് റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വചനം. ഈ പ്രക്രിയയ്ക്ക് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് പറഞ്ഞിരിക്കുന്നത് തിന്മയെ ദ്വേഷിക്കണം, നന്മയെ മുറുകെ പിടിക്കണം. കൊളോസസ് 3-ാം അധ്യായം 9 മുതൽ വായിക്കുമ്പോൾ അവിടെയും പറഞ്ഞിട്ടുണ്ട്, പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റണം, പുതിയ മനുഷ്യനെ ധരിക്കണം. റോമാലേഖനം 13:12 മുതൽ വായിക്കുമ്പോൾ അവിടെയും പറഞ്ഞിരിക്കും, നമുക്ക് കാണാൻ സാധിക്കും, അന്ധകാര പ്രവൃത്തികളെ പരിത്യജിക്കണം, പ്രകാശത്തിന്റെ ആയുധങ്ങൾ ധരിക്കണം. യെശയ്യാ 58:6 മുതൽ വായിച്ചാൽ അവിടെയും നമ്മൾ കാണുന്നുണ്ട്, പാപം വർജിക്കണം, പുണ്യങ്ങൾ അഭ്യസിക്കണം. 2 പത്രോസ് 1-ാം അധ്യായം 4 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, ദുരാശ അത് നീക്കിക്കളയണം, സുഹൃതങ്ങൾ നട്ടു വളർത്തണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു പ്രക്രിയയാണ്. ഈ പ്രക്രിയയ്ക്ക് 2 ഭാഗങ്ങളുണ്ട്, മുറിച്ചു മാറ്റേണ്ടതും ചേർത്ത് വെക്കേണ്ടതുമായിട്ടുള്ള 2 ഭാഗങ്ങൾ. ഇതിന്റെ വെളിച്ചത്തിൽ നമ്മൾ 4 അടിസ്ഥാന പുണ്യങ്ങളെ കുറിച്ച് ചിന്തിക്കുക. അതിൽ ഒന്നാമത്തേതാണ് വിവേകം. ഇംഗ്ലീഷിൽ പറയും പ്രൂഡൻസ്. വിവേകം, ഇത് നാം നമ്മുടെ ജീവിതത്തിൽ നട്ടു വളർത്തണം. 1 രാജാക്കന്മാർ 3-ാം അധ്യായം, അല്ലെങ്കിൽ 2 ദിനവൃത്താന്തം 1-ാം അധ്യായം, ഇതെല്ലാം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും
സോളമൻ ആവശ്യപ്പെട്ട ഏക കാര്യം ഇതാണ്. രണ്ടും ചേർന്നാണ്, ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ പോലെ ചേർന്ന് ഒരു നാണയമാകുന്നത് പോലെ ഒറ്റ കാര്യം. സോളമൻ ആവശ്യപ്പെട്ട ഒരു കാര്യം ഇതാണ്: എനിക്ക് എൻ്റെ ഹൃദയത്തിന് ജ്ഞാനവും മനസ്സിന് വിവേകവും തരണം. വിവേകം സോളമൻ ആവശ്യപ്പെട്ട ഒരു കാര്യമാണ്. സഭ നമ്മെ പഠിപ്പിക്കുന്നു, യഥാർത്ഥ നന്മ എവിടെയെന്ന് അറിയാനും ഈ നന്മയിലെത്താനുള്ള യഥാർത്ഥ വഴി ഏതെന്നറിയാനും നമ്മെ സഹായിക്കുന്നതാണ് വിവേകം. അതുകൊണ്ട് ഇവിടെ സൗന്ദര്യം വർദ്ധിക്കാനും ആരോഗ്യം തിരിച്ചു കിട്ടാനൊക്കെ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമാണ് വിവേകം. ദിവസേന ഈ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കണം, ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കണം എന്നുള്ളത് സഭ നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. രണ്ടാമത്തെ അടിസ്ഥാന പുണ്യമാണ് നീതി. ഇംഗ്ലീഷിൽ ജസ്റ്റിസ് എന്ന് പറയും. നീതിപൂർവം ജീവിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന അനുഗ്രഹങ്ങൾ വളരെ വലുതാണ്. അനീതി പ്രവർത്തിക്കുന്നവരോട് കർത്താവ് പറയുന്നത് എന്നിൽ നിന്നും അകന്നു പോവുക എന്നാണ്. മത്തായി 7:22 മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് നീതിപൂർവം ജീവിച്ചാലത്തെ അനുഗ്രഹത്തെ കുറിച്ച്. ജ്ഞാനം 3-ാം അധ്യായം 1-ാമത്തെ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നീതിമാന്റെ ആത്മാവ് ദൈവത്തിന്റെ കരങ്ങളിൽ സുരക്ഷിതമാണ്. നമ്മുടെ ആത്മാവിന് സുരക്ഷിതത്വം ലഭിക്കുന്നത് നാം നീതിപൂർവം ജീവിക്കുമ്പോഴാണ്. സങ്കീർത്തനം 34:19 നീതിമാന്മാരെ തങ്ങളുടെ ക്ലേശങ്ങളിൽ നിന്ന് കർത്താവ് വിടുവിക്കും. നീതിപൂർവ്വം നമ്മൾ ജീവിക്കുന്നെങ്കിൽ താൽക്കാലികമായിട്ടുള്ള ക്ലേശങ്ങൾ, ദുരിതങ്ങൾ വന്നാലും അവയിൽ നിന്ന് കർത്താവ് നമ്മെ മോചിപ്പിക്കും. സങ്കീർത്തനം 14:5 വചനം എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ദൈവം നീതിമാന്മാരോട് കൂടെയാണ് എന്ന് പറഞ്ഞാൽ അനീതി പ്രവർത്തിക്കുന്നവർക്ക് ദൈവത്തിന്റെ കൂടെ നിൽക്കാൻ പറ്റില്ല, ദൈവത്തിന്റെ കൃപയിൽ വളരാൻ പറ്റില്ല എന്നുള്ളത് വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. മൂന്നാമത്തെ മനസ്ഥൈര്യം, ഇംഗ്ലീഷിൽ ഫോർട്ടിറ്റ്യൂഡ് എന്ന് പറയും. മനസ്ഥൈര്യം പ്രത്യേകിച്ച് പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വളരെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് മനസ്ഥൈര്യം. ഹെബ്രായ ലേഖനം 12-ാം അധ്യായം 5-ാമത്തെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്, കർത്താവ് ശിക്ഷണം തരുമ്പോൾ, ശാസനം നൽകുമ്പോൾ നീ നഷ്ടധൈര്യനാകരുത്, മനസ്ഥൈര്യം നഷ്ടപ്പെടരുത്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, പ്രഭാഷകൻ 2:5 പറഞ്ഞിട്ടുണ്ട്, സ്വർണം അഗ്നിയിൽ ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ ദൈവത്തിന് സ്വീകാര്യരായ മനുഷ്യർ സഹനത്തിന്റെ തീച്ചൂളയിൽ ശുദ്ധീകരിക്കപ്പെടണം. റോമാലേഖനം 5-ാം അധ്യായം 4-5 വചനങ്ങൾ നമുക്ക് സുപരിചിതമല്ലേ? കഷ്ടത സഹനശീലം തരും, സഹനശീലം ആത്മധൈര്യം തരും, ആത്മധൈര്യം പ്രത്യാശ തരും, പ്രത്യാശ ഉള്ളവർ നിരാശരാകില്ല. പറയുണ്ട്, നഷ്ടധൈര്യരാകാതെ ആത്മധൈര്യത്തോടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് ദൈവമക്കൾ എന്ന യാഥാർത്ഥ്യം നമുക്ക് തിരിച്ചറിയാം. അവസാനത്തേതാണ്, 4-ാമത്തെ അടിസ്ഥാന പുണ്യമാണ് സംയമനം എന്ന് പറയും. അതിൻ്റെ ഇംഗ്ലീഷ് പദം ടെമ്പറൻസ്, സംയമനം. ചില വ്യക്തികളെ കാണാൻ സാധിക്കും, ഭയങ്കര ഫ്ലക്ച്വേഷൻ. ചില സമയത്ത് ഭയങ്കര പ്രാർത്ഥന, ചിലപ്പോൾ തീരെ പ്രാർത്ഥനയില്ല. ചില സമയത്ത് ഭയങ്കര സന്തോഷം, അത് കഴിയുമ്പോഴത്തേക്കും അമിതമായിട്ടുള്ള ദുഃഖം. ടെമ്പറൻസ് ഇല്ലാത്തതിൻ്റെ ഒരു സൂചനയാണത്. പറയുണ്ട്, സംയമനം നമുക്ക് വളരെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. വളരെ ബാലൻസ്ഡ് ആയിട്ട് ദൈവകൃപയിൽ ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ഒരുപക്ഷെ നമ്മെ പൊക്കി പറയുന്നവരുണ്ടായിരിക്കാം, നമ്മെ താഴ്ത്തിക്കെട്ടി സംസാരിക്കുന്നവരുണ്ടായിരിക്കാം. അവിടെയെല്ലാം സംയമനം പാലിക്കാനുള്ള ആ ഒരു വിളി ദൈവം നമുക്ക് തന്നിട്ടുണ്ട് എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടവരാണ്. പ്രിയപ്പെട്ടവരെ, ഈ 4 അടിസ്ഥാന പുണ്യങ്ങൾ ഗൗരവപൂർവ്വം എടുത്ത് അവ നമ്മുടെ ജീവിതത്തിൽ നട്ടു വളർത്തുന്നുണ്ടെങ്കിൽ ആത്മീയ വളർച്ച നമുക്കുണ്ടാകും. ആത്മീയ ജീവിതത്തിൽ നിലനിൽക്കാൻ അത് നമ്മെ സഹായിക്കുകയും ചെയ്യും. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. നവേന പ്രാർത്ഥനകൾ തീർന്നു. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഇവിടെ പ്രത്യേക നിയോഗങ്ങൾ, ആവശ്യങ്ങൾ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദം സ്വീകരിക്കാൻ പോവുകയാണ്. ഇവിടെ രോഗാവസ്ഥകളെ സമർപ്പിക്കാം.
ഏതെല്ലാം വിധത്തിലാണ് നമ്മൾ രോഗികളായിരിക്കുന്നത്? ശരീരത്തിന്റെ രോഗങ്ങൾ, മനസ്സിന്റെ രോഗങ്ങൾ, അതാണ് ആന്തരിക മുറിവ്. ആത്മാവിന്റെ രോഗങ്ങൾ, അതാണ് പാപം. ഈ 3 മേഖലയിലും സൗഖ്യം കിട്ടുവാൻ ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നാളുകളായിട്ട് നമ്മൾ ദൈവകരുണയെക്കുറിച്ച് ധ്യാനിച്ച് വചനം സ്വീകരിച്ചു കൊണ്ടിരുന്നവരാണ്. അതിൻ്റെതായ സൽഫലങ്ങള്, സൗഖ്യം കർത്താവ് നമുക്ക് തരും. നിങ്ങളെ അസ്വസ്ഥമാക്കുന്ന, നിങ്ങളുടെ കുടുംബങ്ങളിൽ വലിയ അസ്വസ്ഥതകൾ ഉളവാക്കുന്ന കാര്യങ്ങൾ ഈ അൾത്താരയിൽ കൊണ്ടുവന്ന് കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ചില വ്യക്തികളുടെ മാനസാന്തരം. കർത്താവെ, ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ പാപത്തിന്റെ അടിമത്തത്തിൽ കഴിയുന്ന അവരെ മാനസാന്തരത്തിലേക്ക് നയിക്കണമേ. വിശ്വാസം ജീവിക്കാതെ, സ്നേഹം ജീവിക്കാതെ, സ്വാർത്ഥമതികളായി അശുദ്ധിയിൽ, അതുപോലെ ദുശീലങ്ങളുടെ അടിമത്തത്തിൽ കഴിയുന്ന ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ നമ്മുടെ കടബാധ്യത നമ്മെ വളരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അതുമൂലം ഒരുപാട് അപമാന ഭാരം സഹിക്കേണ്ടി വരുന്നു. ഒരുപക്ഷെ നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ. നമ്മുടെ കുടുംബത്തിൽ നിന്ന് പോലും കടബാധ്യതകളുടെ പേരിൽ ആത്മഹത്യ ചെയ്തവരുണ്ടാകാം. ദുർമരണം സംഭവിച്ച നമ്മുടെ കുടുംബാംഗങ്ങൾ, അവരെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കാം. ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവിടെ പ്രാർത്ഥനകൾ ചോദിച്ചിട്ടുള്ളവരെയും പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കാം. മുമ്പോട്ടുള്ള നമ്മുടെ ജീവിതയാത്ര ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാനോ എൻ്റെ കുടുംബത്തിൽ നിന്ന് ആരും തന്നെ ഒരു കാലത്തും അങ്ങിൽ നിന്ന് അകന്നു പോകരുതേ. നമ്മുടെ വരും തലമുറ അനുഗ്രഹിക്കപ്പെടുവാൻ, ദൈവഭയത്തിൽ ജീവിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പലവിധ തടസ്സങ്ങൾ നേരിടുന്നവരുണ്ട്. വിവാഹ തടസ്സം, ജോലി തടസ്സം, മക്കളുണ്ടാകാൻ തടസ്സം, പ്രൊമോഷന് തടസ്സം, അതുപോലെ പല മേഖലയിൽ തടസ്സങ്ങൾ നേരിടുന്നവര്, വിൽപ്പന വാങ്ങൽ ഒക്കെ തടസ്സപ്പെട്ട് കിടക്കുന്നവര്, നമുക്ക് അവരെല്ലാം ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവനായ കർത്താവേ, ഈ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനം ധ്യാനിച്ചവരും അങ്ങയുടെ സ്നേഹത്തിൽ വളരാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുമാണിവര്. കർത്താവെ, അങ്ങയുടെ കരുണ ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുടുംബത്തിന്റെ മേലും ലോകം മുഴുവന്റെ മേലും വർഷിക്കപ്പെടുവാൻ ആഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈ കരുണയുടെ തിരുനാൾ ദിവസം ഈശോയെ ആധ്യാത്മികമായിട്ട് ഇവരെ വളർത്തണമേ. ഭൗതികമായ കാര്യങ്ങളും കർത്താവയോടൊന്ന് നടത്തി കൊടുക്കണമേ. അത് അങ്ങനെ എല്ലാ വിധത്തിലും അനുഗ്രഹിക്കപ്പെട്ടവരായി ഇനി മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി ജീവിതം മുമ്പോട്ട് നയിക്കുവാൻ ഇവർക്ക് കൃപ കൊടുക്കണമേ. ഇവരുടെ ശരീരത്തിന്റെ രോഗങ്ങൾ, മനസ്സിന്റെ രോഗങ്ങൾ, അതുപോലെ ആത്മാവിന്റെ തലത്തിൽ ബാധിച്ചിരിക്കുന്ന രോഗങ്ങൾ അവിടെ നിർത്തി മാറ്റണമേ. സൗഖ്യവും അഭിഷേകവുമുള്ള മക്കളാക്കി ഇവരെ ഓരോരുത്തരെയും മാറ്റണമേ. പ്രിയപ്പെട്ടവരെ, പൗരോഹിത്യ അധികാരത്തിന് കീഴിൽ നിന്നുകൊണ്ട് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ എല്ലാ പ്രത്യേക നിയോഗങ്ങളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദവും സ്വീകരിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ആരാധന നന്ദിയെ സ്തുതിക്കുന്നു. ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നിങ്ങൾ എന്നോടൊപ്പം ഈ ആത്മീയ യാത്രയിൽ പങ്കെടുത്തു. അതിൻ്റെതായിട്ടുള്ള ആത്മീയ വളർച്ചയും സൽഫലങ്ങളും നിങ്ങൾക്കുണ്ടായെങ്കിൽ ദൈവത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. നമുക്കൊന്നിച്ച് തുടർന്നും വചനം കേട്ടും പ്രാർത്ഥിച്ചും നമ്മുടെ ജീവിതത്തിൽ മുന്നേറാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.